السلام عليكم ورحمة الله وبركاته. മുഖ്തസർ 103 അഹ്വാലുൽ മുസ്നദ് 16 പേജ് നമ്പർ 147. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. പറഞ്ഞു വന്നത്, ഇന്ന് ഇതാ എന്ന രണ്ട് അദാത്തുകൾ ഇസ്തിഖ്ബാലിൽ ഷർത്തിന്റെ ഹുസൂലിന്റെ മേൽ ജസാഇന്റെ ഹുസൂലിനെ ബന്ധിപ്പിക്കലിന് ആയതിനു വേണ്ടി രണ്ടിൽ നിന്നുള്ള ഓരോന്നിന്റെയും രണ്ടു ജുംലകളിൽ നിന്നുള്ള ഓരോ ജുംലയും മുസ്തഖ്ബിലായ ഫീലാകും എന്നാണ്. വലാ യുഖാലിഫു ദാലിക ലഫ്ളൻ ഇല്ലാ ലിനുക്തത്തിൻ എന്ന് പറഞ്ഞു. ആ ഇസ്തിഖ്ബാലിൽ നിന്ന് തെറ്റണമെങ്കിൽ ഒരു നുക്ത വേണം, അല്ലാതെ തെറ്റാൻ പാടുള്ളതല്ല. ഉലഗാഇന്റെ കലാമിൽ അങ്ങനെ വല്ല ഫായിദ ഉണ്ടെങ്കിൽ മുഖാലഫത്തുണ്ടാവുകയുള്ളൂ. ഇനി മുസന്നിഫ് തുടരുന്നത്, ആ നുക്തന്റെ സബബുകൾ എന്തൊക്കെയാണ് അതിലേക്കാണ് പ്രവേശിക്കുന്നത്. പറയട്ടെ. സുമ്മ അഷാറ, പിന്നെ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു, ഇലാ തഫ്സീലിൻ നുക്തത്തി ദാഇയത്തി ഇലൽ ഉദൂലി അൻ ലഫ്ളിൽ ഫിഇലിൽ മുസ്തഖ്ബിലി ബിഖൗലിഹി. ഇലാ തഫ്സീലിൻ നുക്തത്തി, നേരത്തെ പറഞ്ഞ നുക്തയുടെ സബബിനെ വിശദീകരിക്കലിലേക്ക്. മുമ്പ് പറഞ്ഞ നുക്ത, ഒരു നുക്ത ഇല്ലാലി നുക്തത്തിൽ എന്ന് പറഞ്ഞല്ലോ, ഒരു നുക്തക്ക് വേണ്ടി അല്ലാതെ തെറ്റപ്പെടൂല. ആ നുക്തയുടെ സബബിനെ തഫ്സീൽ ചെയ്യലിലേക്ക്. അപ്പൊ ഇലാ തഫ്സീലി സബബിൻ നുക്തത്തി എന്ന് അവിടെ ഒരു മുലാഫിന് എന്തായിട്ടുണ്ട്, കളഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനത്തതായ നുക്തയാണ് അദ്ദാഇയത്തി, അത് ക്ഷണിച്ചു വരുത്തും, അത് പ്രേരണ നൽകും, ഇലൽ ഉദൂലി അൻ ലഫ്ളിൽ ഫീലിൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലായ ഫീലിന്റെ ലഫ്ളിൽ നിന്ന് തെറ്റലിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതായ ഫായിദ. ആ ഫായിദ ഉള്ളതുകൊണ്ട് അവിടെ മുസ്തഖ്ബില ഫീലിൽ നിന്ന് മാദിയിലേക്ക് മാറ്റപ്പെടും. അത് ഏതുപോലെ? ബി കൗലിഹി, മുസന്നിഫിന്റെ കൗല് കൊണ്ട് ഇശാറത്ത് ചെയ്തു. ഇബ്രാസി ഗൈരിൽ ഹാസിലി ഫീ മഅദിനിൽ ഹാസിലി, ഉണ്ടാകാത്ത ഒരു കാര്യത്തിന് ഉണ്ടായതിനെ പ്രദർശിപ്പിക്കും പോലെ, അതായത് ഉണ്ടാകാത്ത ഒരു സംഗതിയെ ഉണ്ടായതിന്റെ സൂറത്തിൽ പ്രകടിപ്പിക്കും പോലെ. ഇബ്രാസി ഗൈരിൽ ഹാസിലി, ഹാസിലല്ലാത്ത ഒരു കാര്യത്തിനെ പ്രദർശിപ്പിക്കും പോലെ, ഫി മഅദിനിൽ ഹാസിലി, ഹാസിലായതിന്റെ രൂപത്തിൽ പ്രദർശിപ്പിക്കും പോലെ. അതായത് സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ച രൂപത്തിൽ അവതരിപ്പിക്കും പോലെ. അതാണ് ആ ഫായിദ. അതെന്തുകൊണ്ടാണ് ഹാസിലല്ലാത്തതിനെ ഹാസിലിന്റെ മഅദിനിൽ പ്രകടിപ്പിക്കുന്നത്? കിലി ഖുവ്വത്തിൽ അസ്ബാബിൽ മുത്തആഖിദത്തി ഫീ ഹുസൂലിഹി, ആ ഗൈറ് ഹാസിലിന്റെ ഹുസൂലിൽ, അത് ആ ഗൈറ് ഹാസില് ഉണ്ടാകുന്ന വിഷയത്തിൽ ഉണ്ടാകുന്നതിൽ ഒരുമിച്ചു കൂടിയതായ സബബുകളുടെ ഖുവ്വത്തിന് വേണ്ടി. സംഗതി ഇവിടെ സംഭവിച്ചിട്ടില്ല എങ്കിലും സംഭവിക്കാനുള്ള എല്ലാ സബബുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സബബുകളാണെങ്കിലോ നല്ല കവിയായ സബബുകളുമാണ്. അപ്പൊ ഏതായാലും അത് ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതാണ് ഒരു കാരണം. നെഹ്വു ഇനിസ്തറൈന കാനകഥ, നമ്മൾ വാങ്ങിയാൽ കാനകഥ ഇന്നാൻ ഇന്നത് ഉണ്ടാകും. ഇവര് ഇഷ്തിറാഹ് ആണ് ഇവിടുത്തെ ഷർത്ത്. അതിവിടെ ഹാസിലായിട്ടില്ല.
പക്ഷെ ഹാസിലായി എന്ന രൂപത്തിലാണ് ഇവിടെ സംസാരിച്ചത്. കാരണം ഇസ്തറൈന എന്ന് പറഞ്ഞാൽ എന്താ, വാങ്ങിക്കഴിഞ്ഞു എന്നാ. അപ്പൊ മാലി എന്ന ലഫ്ള് സംഭവിച്ചു ഹാസിലായതിന്റെ മേൽ അറിയിക്കും. അപ്പൊ ഇഷ്തിറാഇന്റെ സബബുകൾ എല്ലാം ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് ഇനിഷ്തറൈന കാനക്കഥ. ഇവിടെ മാന ഇസ്തിഖ്ബാലിൽ ഷർത്തിന്റെ ഹുസൂലിന്റെ മേലില് ജവാബിന്റെ ഹുസൂലിനെ ബന്ധിപ്പിക്കൽ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. കാരണം പിന്നീട് നമ്മൾ വാങ്ങിയാൽ പിന്നീട് ഇന്നാലിന്നത് ഉണ്ടാകും എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ നെസ്തരി എന്ന് പറയേണ്ട സ്ഥലത്ത് ഇസ്തറൈന എന്ന് പറഞ്ഞു, ഇനിസ്തറൈന എന്ന് പറഞ്ഞു. അതെന്താ, ഈ ഇസ്തിറാ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന രൂപത്തിലാണ് ഈ കലാമിനെ അവതരിപ്പിച്ചത്. അപ്പൊ ഇബ്റാസു വൈറുൽ ഹാസില് ഫീ മാരിൽ ഹാസില് ഇവിടെ ഉണ്ടായത് ഇസ്തിറായിന്റെ സബബുകൾ ഒരുമിച്ച് കൂടിയതുകൊണ്ടാണ്. അത് തന്നെ കവിയായ സബബുകളും, അതുകൊണ്ടാണ് മാദിയിലേക്ക് തെറ്റിയത്. അപ്പോൾ ഇവിടെ മാദിയിലേക്ക് തെറ്റാനുള്ള കാരണം എന്താണ്? കുവ്വത്തുൽ അസ്ബാബ, സബബുകളുടെ കുവ്വത്ത്. എപ്പോഴാണ് ഇത് പറയുക? ഹാലൻ ഇഖാദി അസ്ബാബിൽ ഇസ്തിറായി, ഹാലൻ ഇഖാദി അസ്ബാബിൽ ഇസ്തിറായി, ഇസ്തിറായിന്റെ സബബുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത്. ഔ കൗനി മാഹുവ ലിൽ ഉഖൂഇ കൽ വാഖിഇ, അല്ലെങ്കിൽ സംഭവിക്കലിനിക്ക് ആയിത്തീരുന്ന ഒന്ന് സംഭവിച്ചതുപോലെ ആയതിനു വേണ്ടിയും, ഔ കൗരിമ അല്ലെങ്കിൽ ഒന്നായതിനു വേണ്ടി. ആ ഇബ്റാസു ഗൈറുൽ ഹാസില് ഫീമാരിൽ ഹാസിലിന്റെ ഒരു കാരണം എന്താണ്? സബബുകളുടെ കുവ്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തിനു വേണ്ടി? ഔ കൗരിമ അല്ലെങ്കിൽ ഒന്നായതിനു വേണ്ടി. വാ ഒന്നിലിൽ ഉഖൂഇ സംഭവിക്കലിനുള്ളതാണ്, കൽ വാഖിഇ സംഭവിച്ചതുപോലെ അതിനു വേണ്ടി. അപ്പൊ സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചതുപോലെയാണ്. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, സബബുകൾ ശക്തിയാതിനു വേണ്ടിയിട്ടാ. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചതുപോലെ ആയതിനു വേണ്ടിയും എന്നുണ്ട് ഇബ്റാസു ഗൈറുൽ ഹാസില് ഫീമാരിൽ ഹാസില് ഉണ്ടാകും. അപ്പോ ഹാസിലിന്റെ സ്ഥാനത്ത് ഹാസിലല്ലാത്തതിനെ പ്രകടിപ്പിക്കല്, ഒന്ന് സബബുകളുടെ കുവ്വത്തിന് വേണ്ടി, മറ്റൊന്ന് സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചതുപോലെയാണ്. ആ കാരണം കൊണ്ടും എന്തുണ്ടാകും? ഇബ്റാസു ഗൈറുൽ ഹാസില് ഫീമാരിൽ ഹാസിൽ ഉണ്ടാകും. അപ്പോഴും ഇസ്തിഖ്ബാലിൽ നിന്ന് മാദിയിലേക്ക് തെറ്റും. ഹാദാ അത്ഫുൻ അലാ ഖുവ്വത്തിൽ അസ്ബാബി, ഖുവ്വത്തുൽ അസ്ബാബിന്റെ മേൽ അത്ഫാണ്. ഏത്? ഈ ഔ കൗനി മാ ഹുവ ലിൽ ഉഖൂഇ കൽ വാഖിഇ എന്ന് പറഞ്ഞത്. വകദാ ഇതേ പ്രകാരം തന്നെയാണ് അൽ മഅ്തൂഫാത്തു ബഅദ ദാലിക, ഇതിന്റെ ശേഷം പറയുന്ന എല്ലാ മഅ്തൂഫുകളും എങ്ങോട്ട് അത്ഫാണ്? ഖുവ്വത്തുൽ അസ്ബാബിന്റെ മേൽ അത്ഫാണ്. കാരണം ലി അന്നഹ കുല്ലഹ, ആ മഅ്തൂഫാത്ത് മുഴുവനും ഇല്ലത്തുകളാണ്. എന്തിന് ഇല്ലത്തുകളാണ്? ലി ഇബ്റാസി ഗൈരിൽ ഹാസിലി ഫീ മഅരിദിൽ ഹാസിലി, ഹാസിലിന്റെ മഅരിദിന് ഗൈറ് ഹാസിലിനെ വെളിവാക്കലിനുള്ള ഇല്ലത്തുകളാണ്. അപ്പോ ഹാസിലിന്റെ സ്ഥാനത്ത് ഗൈറ് ഹാസിലിനെ ഇബ്റാസ് ചെയ്യുന്നതിന് രണ്ട് ഇല്ലത്ത് പറഞ്ഞു. ഇനിയും ഒരുപാട് ഇല്ലത്തുകളുണ്ട്. ഇത് ഖുവ്വത്തുൽ അസ്ബാബിന്റെ മേൽ അത്ഫാണ് എന്ന കാര്യം അലാമ ഒന്നനുസരിച്ച് അശാറ ഇലൈഹി, അതിലേക്ക് ഇശാറത്ത് ചെയ്തിട്ടുണ്ട് മുസന്നിഫ്. ഫി ഇൽഹാറിർ റഗ്ബത്തി, വരാൻ പോകുന്ന ഇൽഹാറുർ റഗ്ബത്തിന്റെ വിശദീകരണത്തിൽ
മുസന്നിഫ് ഇശാറത്ത് ചെയ്തതനുസരിച്ച് ഔ കൗനിമാഹു വലിൽ വുഖൂഇ എന്ന് പറഞ്ഞത് ഖുവ്വത്തുൽ അസ്ബാബിന്റെ മേൽ അത്ഫാണ്. ഇദ്ഹാറു റഹ്ബത്തിനെ വെളിവാക്കുന്നോടത്തും മുസ്തഖബിലിൽ നിന്ന് മാദിയിലേക്ക് തെറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടത്തെ വിശദീകരണത്തിൽ നിന്ന് എന്ത് മനസ്സിലാകും? അവിടെ ഇബ്റാസു ഖൈറുൽ ഹാസിലി ഫീ മാരിദുൽ ഹാസിൽ ഉണ്ട്. അപ്പോൾ മഅ്തൂഫ് അലൈഹി മടങ്ങി വരുമ്പോൾ വരാൻ പാടില്ലല്ലോ. അതെ, ഇദ്ഹാറു റഹബത്തിൽ എന്ത് പറയാൻ പോകുന്നുണ്ട്? ഒരാൾക്കൊരു കാര്യം വളരെ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരാൾക്കൊരു കാര്യം ഹാസിലാകുന്നതിൽ റഹബത്ത് കൂടുതലാണെങ്കിൽ അത് കിട്ടിയതുപോലെ പറയും. കിട്ടിയതുപോലെ പറയുമ്പോൾ ഹാസിലിന്റെ മാരിനിൽ ഒരു ഹാസിലിനെ ഇബ്റാസ് ചെയ്ത് അവിടെ വരും. ആ വിശദീകരണത്തിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? ഔ കൗനിമാഹു വലിൽ വുഖൂഇ കൽവാഖി എന്ന് പറഞ്ഞത് ഖുവ്വത്തുൽ അസ്ബാബിന്റെ മേൽ അത്ഫാണ്. ഇബ്റാസു ഗൈറുൽ ഹാസിലി ഫീ മാരിദുൽ ഹാസിലിന്റെ മേൽ അത്ഫല്ല. അതിന്റെ മേൽ അത്ഫാണെങ്കിൽ താഴെ വരാൻ പോകുന്ന ഇദ്ഹാറുർ റഹ്ബത്തും ഇബ്റാസു ഗൈറുൽ ഹാസിലും തമ്മിൽ എതിരാവണം. ഇദ്ഹാറുർ റഹ്ബത്തില് ഇബ്റാസു ഗൈറുൽ ഹാസില് ഉണ്ട്. അതുകൊണ്ട് മഅ്തൂഫ് അലൈഹി മഅ്തൂഫിൽ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് അത്ഫല്ല. ഇബ്റാസു ഗൈറുൽ ഹാസിലിന്റെ സബബുകളാണത്. പറയട്ടെ. പിന്നെ ഒമൻ സാം അപ്പൊ എന്താണ്? അലാമ ഒന്നനുസരിച്ച് അത് ഖുവ്വത്തുൽ അസ്ബാബിന്റെ മേൽ അത്ഫാണ്. അശാറ ഇലൈഹി അതിലേക്ക് മുസന്നിഫ് ഇശാറത്ത് ചെയ്തു. എവിടെ? ഫി ഇദ്ഹാരി റഗ്ബത്തി ഇദ്ഹാറു റഗ്ബത്തിനെ വിശദീകരിക്കുന്നതിൽ. ഒമൻ സഅമ മനസ്സിലാക്കിയ ചിലര് അന്നഹ മഅ്തൂഫാത്ത് കുല്ലഹ മുഴുവനും അത്ഫുൻ അലാ ഇബ്റാസി ഗൈറിൽ ഹാസിലി ഫീ മാരിദിൽ ഹാസിലി ഇബ്റാസി ഗൈറിൽ ഹാസിലി ഫീ മാരിദിൽ ഹാസിലിന്റെ മേൽ അത്ഫാണെന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ ഫഖദ് സഹാ സഹബൻ ലാഹിറൻ ലാഹിറായ സഹബ് അയാൾക്ക് സംഭവിച്ചു പോയി. ഫഖദ് സഹാ അയാൾക്ക് സഹബ് പറ്റി. സഹബൻ ലാഹിറൻ ലാഹിറായ സഹബ് അയാൾക്ക് സംഭവിച്ചു പോയി. അബിത്തഫാഉലി അല്ലെങ്കിൽ ശുഭലക്ഷണത്തിന് വേണ്ടിയും എന്താണ് ഹാസിലിന്റെ മഅരിദ് ഗൈർ ഹാസിലിനെ വെളിവാക്കും പോലെ. ഔ ഇൽഹാരി റഹ്ബത്തി അല്ലെങ്കിൽ റഹ്ബത്തിനെ മുത്തക്കല്ലിമിൽ നിന്നുള്ള റഹ്ബത്തിനെ വെളിവാക്കാൻ വേണ്ടി. തഫാഉൽ എന്ന് പറഞ്ഞാൽ സാമീനിക്ക് ശുഭലക്ഷണത്തിന് വേണ്ടി. ഔ ഇൽഹാരി റഹ്ബത്തി ഫീ വുഖൂഇ ശർത്തി അല്ലെങ്കിൽ ഷർത്ത് സംഭവിക്കുന്ന വിഷയത്തിൽ മുത്തക്കല്ലിമിന്റെ ആഗ്രഹം ലാഹിറാക്കാൻ വേണ്ടിയും ഹാസിലിന്റെ മാരിദിൽ ഗൈർ ഹാസിലിനെ ഇബ്റാസ് ചെയ്യും. നഹ്വു ഇൻ ലഫിർത ബിഹുസ്നിൽ ആഖിബത്തി ഫഹുവൽ മറാമു. അതാണ് എന്താണ് അവിടെ പറഞ്ഞത്? ഇൻ ലഫിർത എന്ന് പറയുമ്പോൾ നീ വിജയിച്ചാൽ. അപ്പോ സാമയിനിക്കൊന്നുണ്ടാവും. അവിടെ ഒരു പരീക്ഷക്ക് ഇങ്ങനെ പോകാൻ നേരത്ത് ഇൻ ലഫിർത കേട്ടോ, നീ വിജയിച്ചാൽ എന്ന് പറയുമ്പോൾ അവനിക്ക് കേട്ടത് തന്നെ നല്ല സന്തോഷത്തിലാണ്, ഒരു ശുഭലക്ഷണമാണത്. അതേസമയത്ത് നീ തോറ്റാല് ഇന്നാലിന്റെ പണിക്ക് പോകണം എന്ന് പറയുന്ന ഒരു ലക്ഷണം കെട്ട അതൊരു ശകുനമായിട്ട് മനസ്സിലാക്കും. ഒരു ദുർലക്ഷണമായിട്ട് മനസ്സിലാക്കും. അപ്പോ ഇൻ ലഫിർത ബി ഹുസ്നിൽ ആഖിബ, ആഖിബത്തിന്റെ ഹുസ്നു കൊണ്ട് നീ വിജയിച്ചാൽ ഫഹുവൽ മറാമു. ഹാദാ ഇൻ ലഫിർത ബി ഹുസ്നിൽ ആഖിബത്തി എന്ന് പറഞ്ഞത് യസ്ലഹു മിസാലല്ലി തഫാഉലി, അത് തഫാഉലിന് മിസാലാകും.
അത് ഈ ലഫിറുത്ത എന്ന് പറയുമ്പോൾ അതാണ് സാമിയാണല്ലോ വിജയിക്കണ ആള് ആ ലഫ്ലിൽ നിന്ന്. അപ്പൊ എന്തായി അവിടെ? അവൻ വിജയിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിൽ സംസാരിച്ചു. വിജയിക്കും അല്ല എന്നല്ല, ഈ വാക്കുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാണ്. ഈ ലഫിറുത്ത നീ വിജയിച്ചാൽ എന്ന് പറഞ്ഞാൽ നീ വിജയിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലാണ് അവിടെ കലാമൻ. അവനിക്കൊരു നല്ല ലക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇൻ ലഫിറ യലുഫറു, ഇൻ തലുഫർ എന്ന് പറയാതെ ഇൻ ലഫിർത്ത എന്ന് പറഞ്ഞു. ലഫിറ യലുഫറു, ഇൻ തലുഫർ എന്ന് പറയാതെ. സംഗതി ഇൻ ലഫിറത്തന്റെ മാനെന്താണ്? ഇൻ തലുഫർ എന്നാണ്. അത് പറയാതെ ഇൻ ലഫിർത്ത എന്ന് പറഞ്ഞപ്പോൾ ഇൻ തലുഫർ എന്ന് പറഞ്ഞാൽ നീ വിജയിക്കും എങ്കിൽ എന്നാണ്. ഇൻ ലഫിർത്ത നീ വിജയിച്ചാൽ എന്ന് പറഞ്ഞാൽ വിജയിച്ചതുപോലെ പറഞ്ഞു. സംഗതി ഇസ്തിഖ്ബാലിന്റെ മാന തന്നെയാണ് കേട്ടോ, അതിൽ മാറ്റല്ല. സംഗതി ഇവിടെ എല്ലാം ഇസ്തിഖ്ബാലിൽ സംഭവിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇന്നിന്റെ അസിലാതാണല്ലോ. പക്ഷെ ഇൻ തലുഫർ എന്ന് പറഞ്ഞോടത്ത് ഈ ലഫിർത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഈ മുത്തക്കല്ലിമ് വിജയിച്ച പോലെയാണ്, സാമി വിജയിച്ച പോലെയാണ് മുത്തക്കല്ലിമിന്റെ എന്തുണ്ടായത്? സംസാരമുണ്ടായത്. അതുകൊണ്ടാണ് മാദിയിലേക്ക് തെറ്റിയത്. ഇത് തഫാഉലിന് മിസാലാകൂ എന്നാ പറഞ്ഞു. ഹാദാ യസ്ലഹു മിസാലി തഫാഉലി, തഫാഉലിന് മിസാലാകും. വലി ഇൽഹാരി റഹ്ബത്തി, ഇൽഹാറു റഹ്ബത്തിനും എന്താകും? മിസാലാകും, മിസാലാവാൻ പറ്റും. യസ്ലഹു പറ്റും. ആദായി ഉദാഹരണം യസ്ലഹു പറ്റുന്നതാണ്. മിസാലല്ലി തഫാഉലി, തഫാഉലിന് മിസാലാവാൻ പറ്റുന്നതാണ്. വലി ഇൽഹാരി റഹ്ബത്തി, ഇൽഹാറു റഹ്ബത്തിന് മിസാലാവാനും പറ്റുന്നതാണ്. ഇൽഹാറു റഹ്ബത്തിന് മിസാലാവുമ്പോൾ മുത്തക്കല്ലിബിന്റെ ആഗ്രഹം വെളിവാക്കാനാണല്ലോ. അപ്പൊ ഈ ലഫിർത്തു, ഞാൻ വിജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പോ ഇൻ അൽഫർ എന്ന് പറയാതെ ഇൻ അൽഫർ ഞാൻ വിജയിക്കുമെങ്കിൽ എന്ന് പറയാതെ ഇൻ ലഫിർത്തു എന്ന് പറയും. ഇദ്ഹാറു റഹ്ബത്തിന് ഉദാഹരണമാകുമ്പോൾ മുത്തക്കല്ലിബിന്റെ സീഗയാവണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ദസൂക്കി പറയുന്നുണ്ട് എന്ത്? ഖൗലുഹു യസ്ലഹു മിസാലില്ലി തഫാഉലി ഐ അലാ ജഇലി ലമീരി ലഫിർത്തു എന്ന് പറയാ. ലഫിർത്ത മഫ്തൂഹൻ ലിൽ മുഖാത്തബി, ലമീർ മുഖാത്തബിനിക്കാവുമ്പോഴാണ് തഫാഉലിനാവുള്ളൂ. ഓ ഖൗലുഹു വ ഇദ്ഹാരി റഹ്ബത്തി, ഇദ്ഹാറു റഹ്ബത്തിനും പറ്റുമെന്ന് പറഞ്ഞത് ഐ അലാ ജഇലിൽ ലമീരി മളുമൂമൻ, ലമീറിനെ മളുമൂമാക്കിയാൽ, അതായത് മുത്തക്കല്ലിബിന്റെ ശൈഖയാക്കിയാൽ. പക്ഷെ ചിലര് പറഞ്ഞത് എന്താണെന്നറിയോ? മുത്തക്കല്ലിബിന്റെ സീഹയായാൽ അത് ഇൽഹാറു റഹ്ബത്തിനും ഇൻ ലഫിർത്തു അലാ മിസാലിൽ ഇൽഹാരി റഹ്ബത്തി വലാ സീഹത്തിൽ മുഖാത്തബി മിസാലൽ ലഹുമ. മുത്തക്കല്ലിബിന്റെ സീഹയായിട്ട് ഇൻ ലഫിർത്തു എന്ന് പറഞ്ഞാല് അത് ഇൽഹാറു റഹ്ബത്തിന് മാത്രം. ഇൻ ലഫിർത്ത എന്ന് പറഞ്ഞാല് രണ്ടിനും ഉദാഹരണമാക്കാൻ പറ്റുമെന്നാ പറയുന്നത്. അതായത് ഇൽഹാറു റഹ്ബത്തിനും പറ്റും, പിന്നെ തഫാവുലിനും പറ്റും എന്നും അഭിപ്രായക്കാരുണ്ട്. കാരണം ഈ ലഫിർത്ത നീ വിജയിച്ചാൽ, അപ്പൊ നീ വിജയിക്കലാണ് മുത്തക്കല്ലിബിന്റെ ആഗ്രഹം, മുഖാത്തബ് വിജയിക്കലാണ് മുത്തക്കല്ലിബിന്റെ ആഗ്രഹം. അങ്ങനെയും വരാലോ. ഇനി മുഖാത്തബ് വിജയിക്കലാണ് മുഖാത്തബിന്റെ ആഗ്രഹം. ഇൻ ലഫിർത്ത നീ വിജയിച്ചാൽ, അതെ ഇൻ ലഫിർത്ത നീ വിജയിച്ചാൽ, അവിടെ അങ്ങനെ പറയണം. അതെന്താണ്? അത് തഫാഉലിന് മിസാലാവും. ശരിയാ. പിന്നെ എന്തിനും മിസാലാവും? കാരണം കേൾക്കുന്നത് സാമിന് ഒരു തഫാവുലുണ്ട് അതില്. പിന്നെ ഇൽഹാറു റഹ്ബത്തിനും, കാരണം മുഖാത്തബ് വിജയിക്കൽ ആരുടെ ആഗ്രഹമാണ്? മുത്തക്കല്ലിബിന് ആഗ്രഹം ഉണ്ടാകാമല്ലോ. അപ്പൊ ഇൻ ലഫിർത്ത എന്ന് പറഞ്ഞാൽ രണ്ടിനും മിസാലാവാൻ പറ്റും.
ഇൻലഫിർത്തു എന്ന് പറഞ്ഞാല് അത് എന്തിനു മാത്രമേ ഉദാഹരണമാകാൻ പറ്റുള്ളൂ? ഇദ്ഹാറു റഹബത്തിന് മാത്രം. കാരണം ഞാൻ വിജയിച്ചാൽ അപ്പൊ എന്റെ ആഗ്രഹമാണ് ഞാൻ വിജയിക്കല്. അതേസമയത്ത് ഈ ലഫിർത്ത എന്ന് പറഞ്ഞാല് അത് തഫാവുലിനും പറ്റും, ഇദ്ഹാറു റഹബത്തിനും പറ്റും. കാരണം കേൾക്കുന്ന സ്വാമി ഒരു വിജയത്തിന്റെ വാക്ക് കേൾക്കുകയാണ്, അപ്പൊ അവനിക്കതിൽ തഫാവുലുണ്ട്. പിന്നെ അവൻ വിജയിക്കൽ, മുഖാത്തബ് വിജയിക്കൽ മുത്തക്കല്ലിബിന്റെ റഹബത്താവാമല്ലോ. അപ്പോഴും ഈ ലഫിർത്ത എന്ന് പറഞ്ഞാൽ രണ്ടിനും ഉദാഹരണമാവാൻ പറ്റും. ഈ ലഫിർത്തു എന്ന് പറയുമ്പോൾ ഇദ്ഹാറു റഹബത്തിന് മാത്രം. പിന്നെ വലമ്മാക്കാനഖ്തിലാഉ ഇദ്ഹാരി റഹബത്തി, റഹബത്തിനെ ലാഹിറാക്കൽ വെളിവാക്കൽ തേടലായപ്പോൾ എന്തിനെ തേടി? ഇബ്റാസ ഗൈറിൽ ഹാസിലി ഫീ മഅരിദിൽ ഹാസിലി, ഗൈർ ഹാസിലിനെ ഹാസിലിന്റെ സ്ഥാനത്ത് വെളിവാക്കലിനെ തേടിയപ്പോൾ. റഹബത്തിനെ വെളിവാക്കല് എന്തിനെ ആവശ്യപ്പെട്ടു? ഗൈർ ഹാസിലിനെ ഹാസിലിന്റെ സ്ഥാനത്ത് പ്രദർശിപ്പിക്കലിന് ആവശ്യപ്പെട്ടു. അതായത് ഇദ്ഹാറു റഹബത്ത് ഇബ്റാസു ഗൈറിൽ ഹാസിലി ഫീ മഅരിദിൽ ഹാസിലിനുള്ളൊരു സബബായി എന്നർത്ഥം. അതാണ് വലമ്മാ കാന ഇഖ്തിലാഉ ഇദ്ഹാരി റഹബത്തി, റഹബത്തിനെ ലാഹിറാക്കല് തേടലായപ്പോൾ എന്തിനെ തേടി? ഇബ്റാസ ഗൈറിൽ ഹാസിലി ഫീ മഅരിദിൽ ഹാസിലി, ഗൈർ ഹാസിലിനെ ഹാസിലിന്റെ സൂറത്തിൽ വെളിവാക്കലിനെ തേടിയതായപ്പോൾ. അപ്പൊ ഇദ്ഹാർ റഹബത്തുണ്ടായോടുത്ത് എന്ത് ആവശ്യം വന്നു? അത് എന്തിനാവശ്യപ്പെട്ടു? ആസിലല്ലാത്തതിനെ ആസിലാവൽ ആയതിന്റെ സ്ഥാനത്ത് പ്രദർശിപ്പിക്കൽ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മാലി പറയും, ആ തേടലായപ്പോൾ യഹിത്താജു ഇലാ ബയാനിമ്മ, ഒരുവിധം ബയാനിലേക്ക് ആവശ്യമായതായപ്പോൾ അഷാറ ഇലൈഹി, അതിലേക്ക് മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു. ബി കൗലിഹി, മുസന്നിഫിന്റെ കൗലുകൊണ്ട്. ഇദ്ഹാറു റഹബത്ത് കൊണ്ട് എങ്ങനെയാണ് ഗൈർ ഹാസിലിനെ ഹാസിലിന്റെ മഅരിദിൽ വെളിവാക്കല് എങ്ങനെയാണ് അത് വിശദീകരിക്കുകയാണ്. മുത്തക്കല്ലിബിന്റെ റഹബത്തിനെ ലാഹിറാക്കല് ഗൈർ ഹാസിലിനെ ഹാസിലിന്റെ സ്ഥാനത്ത് വെളിവാക്കലിനെ തേടുന്നത് എങ്ങനെയാണ് അതാ പറയുന്നത്. ഇലാ ബയാനിമ്മ, ഒരു തരം ബയാനിലേക്ക് ആവശ്യമായപ്പോൾ അശാറ ഇലൈഹി, അതിലേക്ക് ഇഷാറത്ത് ചെയ്തു. ബി കൗലിഹി, മുസ്ലിമിന്റെ കൗലുകൊണ്ട്. ഫഇന്ന ത്വാലിബ, ഒരു അന്വേഷിക്കുന്നവൻ ഫഇന്ന ത്വാലിബ, ഒരു ത്വാലിബ്. ഇദാ അലുമത്ത് റഹബത്തുഹു, അവന്റെ ആഗ്രഹം വലുതായാൽ, അവന്റെ ആഗ്രഹം എന്താണ്? അതിര് കവിഞ്ഞാൽ അലുമത്ത്. പിന്നെ ഫി ഹുസൂലി അംരി, ഒരു കാര്യം ഹാസിലാകുന്നതിൽ അവന്റെ ആഗ്രഹം അതിര് കവിഞ്ഞാൽ, യകുസുറു തസവ്വുറുഹു അയ്യ ത്വാലിബി, ആ അന്വേഷിക്കുന്നവന്റെ, ആ കാര്യത്തെ അന്വേഷിക്കുന്നവൻ തസവ്വുറാക്കൽ അധികരിക്കും. ഇയ്യാഹു, ആ കാര്യത്തിന്. അത് ഏതൊരു ഉദാഹരണം പറയാം. നമുക്കൊരു കാര്യം കിട്ടണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പൊ ആ കാര്യം ഇങ്ങനെ തസവ്വുറാക്കും. ഫറുബ്ബമാ യുഖയ്യലു ഇലൈഹി, ചിലപ്പോൾ അവന്റെ ഭാവനയിൽ വന്നു എന്ന് വരും. ഫറുബ്ബമാ യുഖയ്യലു ഇലൈഹി, ചിലപ്പോൾ അവന്റെ ഭാവനയിൽ, ഫറുബ്ബമാ യുഖയ്യലു ദാലിക്കൽ അംറു, ആ കാര്യം ഭാവനയിൽ വരും. ഇലൈഹി, അവന്റെ ഭാവനയിൽ വരുകയും ചെയ്യും. കിട്ടിയെന്ന് അവനിക്ക് തോന്നും എന്നർത്ഥം. അയിലാ ദാലിക താലിബി, ആ താലിബിലേക്ക് ആ കാര്യം ഉണ്ടായി എന്ന് തോന്നിപ്പോകും. അതെ. അപ്പൊ ഫറുബ്ബമാ യുഖയ്യലു ദാലിക്കൽ അംറു, ആ കാര്യം ഭാവനയിൽ വരും. ഇലൈഹി, ആ താലിബിലേക്ക് ഭാവനയിൽ വരും. അങ്ങനെയാണ്. ഫറുബ്ബമാ യുഖയ്യലു ദാലിക്കൽ അംറു, ആ കാര്യം ഭാവനയിൽ വരും. ഇലൈഹി ഐലാ ദാലിക താലിബി, ആ താലിബിലേക്ക് ഹാസിലൻ
ഹാസിലായിട്ട് ഭാവനയിൽ വരും. അത് കിട്ടിയെന്ന് തന്നെയാണ് തോന്നിപ്പോകും. ഫയുഅബ്ബറു അൻഹു ബിലഫ്ദിൽ മാദി. അപ്പോൾ മാദിയുടെ ലഫ്ദ് കൊണ്ട് അതിനെ തൊട്ട് ഇബാറത്തിടും. കിട്ടി എന്ന രൂപത്തിൽ അവൻ സംസാരിക്കും. പിന്നെ ഇദ്ഹാറുർ റഗ്ബത്തിൽ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തതുകൊണ്ട് എന്ത് നേരത്തെ പറഞ്ഞല്ലോ, ഈ മഅ്തൂഫുകളൊക്കെ ഖുവ്വത്തുൽ അസ്ബാബിന്റെ മേൽ അത്ഫാണ്. ഇബ്റാസു ഗൈറിൽ ഹാസിലി ഫീ മഅരിൽ ഹാസിലിമക്ക് അത്ഫല്ല എന്ന് പറഞ്ഞത് അലാമ അശാറ ഇലൈഹി ഫീ ഇദ്ഹാരി റഗ്ബത്തി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ പറഞ്ഞത്. ഫറുബ്ബമാ യുഖയ്യലു ദാലിക്കൽ അംറു ഇലൈഹി ഹാസിലായിട്ട് അവനിക്ക് തോന്നും. അപ്പോ ഗൈർ ഹാസിലിന് ഹാസിലായിട്ട് തോന്നിയതുകൊണ്ട് ഹാസിലിന്റെ സ്ഥാനത്ത് ഗൈർ ഹാസിലിനെ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് ഇദ്ഹാറു റഗ്ബത്തിൽ ഏതുണ്ട്? ഇബ്റാസു ഗൈറുൽ ഹാസിലി ഫീ മഅരിൽ ഹാസിൽ ഉള്ളതുകൊണ്ട് ഇദ്ഹാറു റഗ്ബത്തിന് എങ്ങോട്ട് അത്ഫ് ചെയ്യാൻ പറ്റൂല? ഇബ്റാസു ഗൈറുൽ ഹാസിലി ഫീ മഅരിൽ ഹാസിൽ എന്നതിന്റെ മേൽ അത്ഫ് ചെയ്യാൻ പറ്റൂല. എന്നല്ല, എല്ലാ മഅ്തൂഫുകളിലും എന്തുണ്ട്? ഹാസിലിന്റെ മഅരിലില് ഹാസിലല്ലാത്തതിനെ ഇബ്റാസ് ചെയ്യലുണ്ട്. അതുകൊണ്ടാണ് അത്ഫ് ഖുവ്വത്തുൽ അസ്ബാബി എന്നതിന്റെ മേലാണെന്ന് പറയാൻ കാരണം. വ അലൈഹി ഐ അല ഇസ്തിമാലിൽ മാളി മാഇൻ ലി ഇദ്ഹാരി റഗ്ബത്തി ഫിൽ വുഖൂഇ. ഷർത്ത് സംഭവിക്കുന്നതിൽ റഗ്ബത്തിനെ വെളിവാക്കാൻ വേണ്ടി ഇന്നോടുകൂടെ മാദിയെ ഉപയോഗിച്ചതിന്റെ മേലിലാണ് വറദ ഖൗലുഹു തആല അല്ലാഹു തആലാന്റെ ഖൗൽ വന്നത്. വഅലൈഹി ഐ അല ഇസ്തിമാലിൽ മാദി, മാദിയെ ഉപയോഗിച്ചതിന്റെ മേലിലാണ്. ആരോടുകൂടെ? മായിൻ ഇന്നോടുകൂടെ. എന്തിനു വേണ്ടി? ലി ഇദ്ഹാരി റഗ്ബത്തി ഫിൽ വുഖൂഇ, ഷർത്തിന്റെ വുഖൂഇൽ റഗ്ബത്തിനെ വെളിവാക്കാൻ വേണ്ടി ഇന്നോടുകൂടെ മാദിയെ ഉപയോഗിച്ചതിന്റെ മേലിലാണ് വറദ ഖൗലുഹു തആല അല്ലാഹു തആലാന്റെ ഖൗൽ വന്നത്. എന്ത് ഖൗല്? വലാ തുക്രിഹു ഫത്തയാത്തിക്കും അലൽ ബിഗായി ഇൻ അറദ്ന തഹസ്സുനാ എന്ന ഖൗൽ വന്നത്. എന്താണ് അവിടെ? നൂറ് സൂറത്തിലെ 33-ാമത്തെ ആയത്ത. വലാ തുക്രിഹു ഫത്തയാത്തിക്കും അലൽ ബിഗായി, നിങ്ങളുടെ അടിമ സ്ത്രീകൾ, ഇൻ അറദ്ന തഹസ്സുനൻ, നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്രശുദ്ധിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഐഹിക ജീവിതത്തിനെ ആഗ്രഹിച്ചും കൊണ്ട് അവരെ നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്നാണ് ആയത്തിന്റെ അർത്ഥം. വലാ തുക്രിഹു ഫത്തയാത്തിക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾ നിർബന്ധിക്കരുത്. അലൽ ബിഗായി, വേശ്യാവൃത്തികളുടെ മേൽ നിർബന്ധിക്കരുത്. ഇൻ അറദ്ന തഹസ്സുന, അവര് തഹസ്സുനിനെ ഉദ്ദേശിച്ചാൽ, ചാരിത്രശുദ്ധിയെ ഉദ്ദേശിച്ചാൽ. അപ്പോ ഇൻ യുരിദ്ന, അല്ലെ, യുരിദ്ന എന്ന് പറയേണ്ടോടത്ത് അറദ്ന എന്ന് പറഞ്ഞു. അതെന്താണ്? അവര് തഹസ്സുനെ ഉദ്ദേശിക്കണം എന്ന് മുത്തക്കല്ലിമിന്റെ റഗ്ബത്താണ്. ഇത് അള്ളാഹു അല്ലാത്തോടത്ത് സംസാരിക്കുമ്പോൾ എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെ എല്ലാം ഒരേപോലെയാണല്ലോ. അവിടെ അതിന് വേണ്ടിയിട്ട് അത് അള്ളാഹു തആലയാണ് ഉപയോഗിച്ചത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നറിയിക്കാനാണ്. നമ്മളാണത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹൈസുൽ ലംയഖൽ ഇൻ യുരിദ്ന എന്ന് പറഞ്ഞില്ല, പിന്നെ അറദ്ന എന്നാണ് പറഞ്ഞത്. പിന്നെ ഫൈൻ ഖീല, അവ ചോദിക്കപ്പെട്ടാൽ, തഅലീഖുൻ നഹി അനിൽ ഇക്റാഹി,
ഇക്റാഹിനെ തൊട്ടുള്ള നഹീനെ ബന്ധിപ്പിക്കൽ. അതായത് ലാ തുക്രിഹു, നിങ്ങൾ നിർബന്ധിക്കരുത്. ബി ഇറാദത്തിഹിന്ന തഹസ്സുന, അവര് തഹസ്സുനെ ഉദ്ദേശിക്കലിനോട് ബന്ധിപ്പിക്കല്, അവര് തഹസ്സുനെ ഉദ്ദേശിക്കലിന്റെ മേൽ ബന്ധിപ്പിക്കല്. അവര് ചാരിത്രശുദ്ധിയെ ഉദ്ദേശിച്ചാൽ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്ന് പറയല്. യുഷിറു അറിയിക്കും ബി ജവാസിൽ ഇക്റാഹി, ഇക്റാഹ് ജായിസാണെന്ന് അറിയിക്കുമല്ലോ. ഇന്ദന്തിഫാഇഹ, ആ തഹസ്സുനെ ഉദ്ദേശിക്കാത്ത സമയത്ത് ഇക്റാഹ് ജായിസാണെന്ന് അറിയിക്കുമല്ലോ എന്ന് പറയപ്പെട്ടാൽ. കാരണം എന്താണ്? അവര് ചാരിത്രശുദ്ധിയോടുകൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്ന് പറയുമ്പോൾ തഹസ്സുനെ അവർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധിക്കാമെന്ന് കിട്ടുമല്ലോ. അതാണ് ഷർത്തിന്റെ മഫ്ഹൂമ്. ഷർത്തിന് മഫ്ഹൂമുണ്ടെന്ന് ജംഉൽ ജവാമിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്. എന്ത് ഇവിടെ ഇപ്പൊ അറദിനാന്നുള്ളടത്ത് അവർ തഹസ്സിനെ ഉദ്ദേശിക്കൽ റഗ്ബത്തുണ്ട് മുത്തക്കല്ലിമിന്. അതുകൊണ്ടാണ് ഇബ്രാസ് ഗൈറുൽ ഹാസില് ഫീ മാരിദിൽ ഹാസില്, തഹസ്സുനെ അവർ ഉദ്ദേശിച്ചതിന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് പറഞ്ഞു. തഹസ്സുനെ അവർ ഉദ്ദേശിച്ചിട്ടില്ല, ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നാണ് ഇവിടുത്തെ അർത്ഥം. പക്ഷെ ഉദ്ദേശിച്ചതുപോലെ അവതരിപ്പിച്ചത് എന്തിനാണ്? ഉദ്ദേശിച്ചതുപോലെ അവതരിപ്പിച്ചത് അവർ തഹസ്സുനെ ഉദ്ദേശിക്കലാണ്. ആരുടെ ആഗ്രഹം? മുത്തക്കല്ലിമിന്റെ ആഗ്രഹം. ഈ പറഞ്ഞോടത്ത് അവർ തഹസ്സുനെ ഉദ്ദേശിച്ചാൽ നിർബന്ധിക്കരുത് എന്ന് പറയുമ്പോൾ തഹസ്സുനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധിക്കാമെന്ന് കിട്ടുമല്ലോ. അലാമാഹുവ മുക്തള തഅലീഖി ബിശർത്തി, ഷർത്തിനോട് ബന്ധിപ്പിക്കലിന്റെ മുക്തള അനുസരിച്ച് അങ്ങനെ അറിയിക്കുമല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ. ഇതാണ് കീല. അതിന് മറുപടി ഉജീബ, അതിന് മറുപടി പറയപ്പെടും. ബി അന്നൽ ഖായിലീന, തീർച്ചയായിട്ടും പറയുന്നവര്, ബി അന്ന തഖീദ ബി ഷർത്തി, ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കലുകൊണ്ട് പറയുന്നവര്, അല്ല ബി അന്നൽ ഖായിലീന, തീർച്ചയായിട്ടും പറയുന്നവര്. എന്ത്? ബി അന്ന തഖീദ ബി ഷർത്തി, ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കൽ, യദുല്ലു അലാ നഫീൽ ഹുക്മി, ഹുക്കുമിന്റെ നഫീന്റെ മേൽ അറിയിക്കും എന്ന് പറയുന്നവര്. ഇന്ദന്തിഫാഹി, എപ്പോൾ? ഈ ഷർത്ത് ഇല്ലാത്ത സമയത്ത്, ഷർത്തില്ലാത്ത സമയത്ത് ഹുക്കുമിന്റെ നഫീന്റെ മേൽ അറിയിക്കും എന്ന് പറയുന്നവര്. അതായത് ഷർത്തിനക്ക് മഫ്ഹൂമു മുഖാലഫ ഉണ്ട് എന്ന് പറയുന്നവര്. അതാണ് ബി അന്നൽ ഖായിലീന, തീർച്ചയായിട്ടും പറയുന്നവർ. എന്തുകൊണ്ട് പറയുന്നവര്? ബി അന്ന തഖീദ ബി ഷർത്തി, ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കൽ, യദുല്ലു അറിയിക്കും, അലാ നഫീൽ ഹുക്മി ഇന്ദന്തിഫാഇ, ഷർത്തില്ലാത്ത സമയത്ത് ഹുക്കുമിന്റെ നഫിയുടെ മേൽ അറിയിക്കും എന്ന് പറയുന്നവര്. അതായത് ഷർത്തിനക്ക് മഫ്ഹൂമു മുഖാലഫ ഉണ്ട് എന്ന് പറയുന്നവര്. ഇന്നമാ യഖൂലൂന ബിഹി, ആ ഇന്തിഫാഇന്റെ സമയത്ത്, ഷർത്തിന്റെ ഇന്തിഫാഇന്റെ സമയത്ത് ഹുക്കുമിന്റെ നഫിന്റെ മേൽ അറിയിക്കും എന്ന് പറയുന്നവർ ഇന്നമാ യഖൂലൂന ബിഹി, അതുകൊണ്ട് അവർ പറയുന്നു. എപ്പോൾ? ഇദാലം യൽഹർ, അതായത് ഷർത്തിനക്ക് മഫ്ഹൂമു മുഖാലഫ ഉണ്ട് എന്നവർ പറയും. ഇന്നമാ യഖൂലൂന, അവർ പറയുന്നു, ബിഹി, അതുകൊണ്ട്. ഏത്? ഷർത്ത് ഹുക്കുമിന്റെ നഫീന്റെ മേൽ അറിയിക്കും എന്നതുകൊണ്ട് അവർ പറയുന്നു. എപ്പോൾ? ഷർത്ത് കൊണ്ട് കൈത് കൊടുക്കൽ ഹുക്കുമിന്റെ നഫിന്റെ മേൽ അറിയിക്കും. ഏതായാലും ഷർത്തില്ലാത്ത സമയത്ത്. അപ്പൊ ഷർത്തില്ലാത്ത സമയത്ത് ഹുക്കുമിന്റെ നഫിയുടെ മേൽ ഷർത്ത് അറിയിക്കും എന്ന് പറയുന്നവർ ഇന്നമാ യഖൂലൂന ബിഹി, ആ അറിയിക്കും, ആ അറിയിക്കൽ കൊണ്ട് പറയുന്നവർ ഇദാലം യൽഹറിൽ ഷർത്ത്, അതുകൊണ്ട് അവർ പറയും. എപ്പോൾ പറയും? ഇദാലം യൽഹറിൽ ഷർത്തി, ഷർത്തിനക്ക് ഇല്ലെങ്കിൽ ഫായിദത്തുൻ ഉഖ്റ, വേറെ ഒരു ഫായിദയും ഇല്ലെങ്കിൽ. അതായത് മഫ്ഹൂമു മുഖാലഫക്ക് ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഫായിദ ഇല്ലെങ്കിലാണ് എന്ത്? ഷർത്തില്ലാത്ത സമയത്ത് ഹുക്മിന്റെ നഫീന്റെ മേൽ അറിയിക്കുക. വേറെ ഫായിദകൾ ഉണ്ടെങ്കിലോ
ഷർത്തില്ലാത്ത സമയത്ത് ഹുക്കുമിന്റെ മേൽ തന്നെ അറിയിക്കും, ഹുക്കുമിന്റെ നഫീന്റെ മേൽ അറിയിക്കൂല. അപ്പൊ മറുപടി എന്തായി? മറുപടി ഉജീബ, മറുപടി കൊടുക്കപ്പെട്ടു. ബി അന്നൽ ഖായിലീന, പറയുന്നവര്. എന്തുകൊണ്ട് പറയുന്നവര്? ബി അന്നത്തഖീദ ബി ശർത്തി യദുല്ലു അലാ നഫീൽ ഹുക്മി ഇൻദന്തിഫാഇഹി. അതാണ് ആ കൗല്. ഷർത്തില്ലാത്ത സമയത്ത് ഹുക്കുമിന്റെ നഫീന്റെ മേൽ ഷർത്ത് അറിയിക്കും എന്നതുകൊണ്ട് പറയുന്നവര് ഇന്നമാ യഖൂലൂന ബിഹി, അതുകൊണ്ട് അവർ പറയും. എപ്പോൾ പറയും? ഇദാലം യൽഹറിൽ ഷർത്തി, ഷർത്തിനിക്കില്ലെങ്കിൽ ഫായിദത്തുൻ നുഹ്റ, മറ്റൊരു ഫായിദ ഇല്ലെങ്കിൽ. അപ്പൊ മറ്റൊരു ഫായിദ ഉണ്ടെങ്കിലോ? ഷർത്തില്ലാത്ത സമയത്തും ഷർത്തില്ലാത്ത സമയത്തും ഹുക്കുമിന്റെ മേൽ തന്നെ അറിയിക്കും, ഹുക്കുമിന്റെ നഫീന്റെ മേൽ അറിയിക്കൂല. അതായത് മഫ്ഹൂമു മുഖാലഫ ഉണ്ടാവുകയില്ല. വയജൂസ് അൻ യകൂന ഫായിദത്തുഹു, ആ ഷർത്തിന്റെ ഫായിദ ആവൽ ജായിസാണ് ഫിൽ ആയത്തിൽ അൽ മുബാലഗത്തു ഫിൻ നഹ്യി, നഹ്യിലുള്ള മുബാലഗത്താവാമല്ലോ. വയജൂസ് അൻ യകൂന ഫായിദത്തു ഫിൽ ആയത്തി അൽ മുബാലഗത്ത ഫിൻ നഹ്യി, നഹ്യിലുള്ള മുബാലഗത്ത് ആകാമല്ലോ. അൽ മുബാലഗത്ത ഖബറാണ്. അനിൽ ഇക്റാഹി, ഇക്റാഹിനെ തൊട്ടുള്ള മുബാലഗത്താകാമല്ലോ. യഇനി അന്നഹുന്ന ഇദാ അർദിനൽ ഇഫ്ഫത്ത, അവര് ചാരിത്രശുദ്ധിയെ ഉദ്ദേശിച്ചാൽ ഫൽ മൗല, അപ്പോ യജമാനന്മാർ അഹക്കു ബി ഇറാദത്തിഹ, ആ ഇഫത്തിനെ ഉദ്ദേശിക്കലുകൊണ്ട് ഏറ്റവും അവകാശപ്പെട്ടവരാണ്. അപ്പോൾ അവര് തഹസ്സുനിനെ ഉദ്ദേശിക്കുമ്പോൾ മൗല ഏതായാലും എന്താവണം? തഹസ്സുനിനെ ഉദ്ദേശിക്കണം. അവര് തഹസ്സുനിനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും മൗല എന്താവണം? തഹസ്സുനിനെ ഉദ്ദേശിക്കണം. അവര് തഹസ്സുനിനെ ഉദ്ദേശിച്ചാൽ ഏതായാലും ഉദ്ദേശിക്കണമെന്നൊരു മുബാലഗത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഷർത്ത് കൊണ്ട് കൈത് കൊടുത്തത്. അതിന് മറുപടി അതാണ്. പിന്നെ അറദിന എന്ന് പറഞ്ഞത് ആ ചോദ്യവും ജവാബും യുരിദിന എന്ന് പറഞ്ഞാലും ഉണ്ടാകും. അറദിന എന്ന് പറഞ്ഞത് തഹസ്സുരിന്റെ അവർക്ക് തഹസ്സുർ ഉണ്ടാവണം എന്ന്, തഹസ്സുരിനെ അവർ ഉദ്ദേശിക്കണമെന്ന് മുത്തക്കല്ലിമിനിക്ക് റഗബത്തുണ്ടായതുകൊണ്ടാണ്. ഇവിടെ ജമ്മുൽ ജവാമി 248 പേജിൽ കാണാം. എന്ത്? വശർത്തുഹു, മഫ്ഹൂമു മുഖാലഫക്കുള്ള ഷർത്ത് അല്ലാ യകൂനൽ മസ്കൂത്ത് തുരികലി ഖൗഫിൻ, മസ്കൂത്തിനെ തെറുക്ക് ചെയ്തത് ഒരു ഖൗഫിന് വേണ്ടി ആകാതിരിക്കണം. അല്ലാ യകൂനൽ മസ്കൂത്തു തുരികലി ഖൗഫിൻ, ജമ്മുൽ ജവാമി 1 ജുസ് 248 പേജ് ബന്നാനി. പിന്നെ അല്ലാ യകൂനൽ മദ്കൂറു ഖറജ ലിൽ ഗാലിബി, ഇവിടെ പറഞ്ഞതുണ്ടല്ലോ മന്ദൂക്കിൽ പറഞ്ഞത്, അത് ഗാലിബിന് വേണ്ടി പുറപ്പെട്ടതാകാതിരിക്കണം. റബായിക്കുമുല്ലാത്തി വി ഹുജൂരിക്കുന്നു പറഞ്ഞതുപോലെ നിങ്ങളെ ഹുജൂറിലുള്ള ദത്തൃപുത്രിമാരും ഹറാമാണ്. അപ്പോൾ ഹുജൂറിൽ അല്ലാത്തവർ ഹലാലാണെന്ന് അവിടെ മഫ്ഹൂമില്ല. കാരണം ഗാലിബും ഹുജൂറിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഔ ഗൈരിഹി മിമ്മാ യഖ്തലി തഖ്സീസ ബിൽ ദിക്രി, ഇവിടെ മദ്കൂറിനെ പറയലുകൊണ്ട് തഖ്സീസിനെ തേടുന്ന ഒന്നിനാൽ, ഇവിടെ ഈ യുരിദിന തഹസ്സുനൻ എന്ന് പറയാനുള്ള ഒരു മുഖസ്സിസ് ഉണ്ട്. ആ മുഖസ്സിസ് എന്താ? അവര് തഹസ്സുനിനെ ഉദ്ദേശിച്ചാൽ ഇക്റാഹ് ഏതായാലും എന്തില്ല, പാടില്ല എന്നറിയിക്കാനാണ്. ജമ്മ് 1 ജുസ് 249 പേജിൽ കാണാം. ഔ വൈരിഹി, ഈ പറയപ്പെട്ടത് അല്ലാത്തതിന് വേണ്ടിയും എന്താവുക? മദ്കൂറിനെ പറയല, മദ്കൂറ് പുറപ്പെടാതിരിക്കലാണ്. മദ്കൂറ് ആകാതിരിക്കലാണ്, ഗാലിബിന് വേണ്ടി പുറപ്പെട്ടതാകാതിരിക്കലാണ്. അത് വൈദിഹി, അല്ലെങ്കിൽ അതല്ലാത്തതിന് വേണ്ടി ആകാതിരിക്കലാണ്. ആ അല്ലാത്തതെന്തിനാൽ മിമ്മാ യഖ്തദി തഖ്സീസ ബിദ്ദിക്രി, മദ്കൂറിനെ പറയലുകൊണ്ട് തഖ്സീസിനെ തേടുന്ന ഒന്നിനാൽ. അവിടെ ഈ അറദിന തഹസ്സുനൻ എന്ന് പറയാൻ ഒരു മുഖ്തലി ഇവിടെ ഉണ്ട്, ഒരു മുഖസ്സിസ് ഉണ്ട് ഇവിടെ. ആ മുഖസ്സിസ് എന്താണ്? ആ മുഖസ്സിസ് ഇവര് ഈ
ഈ നഹിയിലുള്ള മുബാലഗത്താണ്. ഏതായാലും എന്ത് പാടില്ല, ഇക്റാഹ് പാടില്ല എന്നല്ലാതെ അവർ തഹസ്സുനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇക്റാഹ് ചെയ്യാം എന്നല്ല. അപ്പൊ എല്ലാ മഫ്ഹൂമും മുഖാലഫ ഉള്ളോടത്തെല്ലാം ഷർത്ത് കൊണ്ട് കൈത് കൊടുത്തോടത്തെല്ലാം മഫ്ഹൂമു മുഖാലഫ ഇല്ല. മഫ്ഹൂമു മുഖാലഫ ഉണ്ടാകണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. ഇവിടെ ആ ഷർത്ത് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മഫ്ഹൂമു മുഖാലഫ ഇല്ല. കാരണം ഇവിടെ ഇന്നറദിന തഹസ്സുനൻ എന്ന ഷർത്തിനെ പറഞ്ഞതിന് പറയാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്, ഒരു മുഖസ്സിസുണ്ട്. ആ മുഖസ്സിസ് എന്താണ്? നഹിയിലുള്ള മുബാലഗത്താണ്. അതാണ് പറഞ്ഞത്. ഇനി അന്നഹുന്നായി പെണ്ണുങ്ങള് ഇതാ അറദിനൽ ഇഫത്ത, അവര് ഇഫത്തിനെ ഉദ്ദേശിച്ചാൽ ഫൽ മൗല അഹക്കു ബിറാദത്തിഹ, ഇഫത്തിനെ ഉദ്ദേശിക്കലുകൊണ്ട് ഏറ്റവും അവകാശപ്പെട്ടവരാണ്. പിന്നെ വായിലം വീണ്ടും ദലാലത്തു ഷർത്തി അലന്തിഫായിൽ ഹുക്കുമി, ഈ ഷർത്ത് ഹുക്കുമിന്റെ ഇന്തിഫായിന്റെ മേൽ അറിയിക്കൽ. ഹുക്കുമില്ല എന്ന് ഷർത്ത് അറിയിക്കാന്ന് പറഞ്ഞാൽ ഷർത്തില്ലെങ്കിൽ, ഷർത്തുണ്ടെങ്കിൽ ഹുക്കുമിന്റെ മേൽ അറിയിക്കും. ഷർത്തില്ലെങ്കിൽ ഹുക്കുമില്ല എന്ന് അറിയിക്കുന്നത് എപ്പോഴാണ്? ആ അറിയിക്കൽ ഇന്നമാഹുവ ലാഹിറിന്റെ നിലപാടനുസരിച്ചാണ്. ലാഹിറിൽ എന്തുണ്ട്? ഷർത്തില്ലെങ്കിൽ ഹുക്കുമില്ല എന്നറിയിക്കും. ഈ ഉദാഹരണത്തിലല്ലോ, മൊത്തത്തിൽ ഷർത്ത് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇവിടെ മഫ്ഹൂമു മുഖാലഫല്ല, ഷർത്തില്ല എങ്കിലും ഹുക്കുമ് ഇല്ല എന്നറിയിക്കൂല. അവിടെ ഹുക്കുമുണ്ട്. ഹുക്കും എന്താണ്? ഇക്റാഹ് ചെയ്യരുത് എന്ന ഹുക്കുമ്. ആ ഹുക്കുമിന്റെ ഇന്തിഫാഖ് എന്താവും? ഇക്റാഹ് ചെയ്യണം എന്നാവും. അപ്പോൾ ഷർത്തില്ലാത്ത സമയത്ത് ഇവിടത്തെ ഷർത്തിന് ഒരു മുഖസ്സിസ് ഉള്ളതുകൊണ്ട്, ഇവിടെ പറയാൻ പ്രത്യേക മുഖസ്സിസ് ഉള്ളതുകൊണ്ട് ഇവിടെ മഫ്ഹൂമു മുഖാലഫയില്ല. ഇപ്പോൾ പറയുന്നത് മൊത്തത്തിൽ ഷർത്തിന് എപ്പോഴേ മഫ്ഹൂമു മുഖാലഫ ഉണ്ട് എന്ന് പറഞ്ഞത് അത് ലാഹിറിന്റെ നിലപാടനുസരിച്ചാണ്. അതാണ് വൈലം വീണ്ടും ദലാലത്തു ഷർത്തി ഷർത്തറിയിക്കൽ അലന്തിഫായിൽ ഹുക്കുമി, ഹുക്കുമിന്റെ ഇന്തിഫായിന്റെ മേൽ അറിയിക്കൽ. എപ്പോൾ ഷർത്തില്ലാത്ത സമയത്ത് ഹുക്കുമില്ല എന്നറിയിക്കൽ. ഇന്നമാഹു ബിഹസബിൽ ലാഹിരി, ലാഹിറിന്റെ നിലപാടനുസരിച്ചാണ്. വൽ ഇജ്മാഉൽ ഖാതിഉ, അത് എല്ലായിടത്തും ഉള്ള ഒരു നിയമമാണ്. ലാഹിറനുസരിച്ചാണ് മഫ്ഹൂമു മുഖാലഫ ഉണ്ട് എന്ന് പറഞ്ഞത്. ഏത് ഷർത്തിനും ലാഹിറാണത്. പ്രത്യേക മുഖ്തദി ഇല്ലെങ്കിൽ, മദ്കൂറിനെ പറയാൻ പ്രത്യേക കാരണം ഇല്ലെങ്കിൽ ലാഹിർ അനുസരിച്ച് എന്താണ്? ഷർത്തിന് മഫ്ഹൂമു മുഖാലഫ ഉണ്ട് എന്ന് തന്നെ, അത് ലാഹിറാണ്. പക്ഷേ വൽ ഇജ്മാഉൽ ഖാതിഉ, ഖാതിആയ ഇജ്മാഅ് അലാ ഹിർമത്തിൽ ഇക്റാഹി മുത്തലക്കൻ, മുത്തലക്കൻ ഇക്റാഹ് ഹറാമാണ് എന്നതിന്റെ മേൽ ഖാതിയായ ഇജ്മാഅ് ഖദ് ആറലഹു, ഈ ഷർത്തിനോട് എന്തായിട്ടുണ്ട്? എതിരായിട്ടുണ്ട്. ഷർത്തിനോട് എതിരാകുമ്പോൾ ഇന്നറദന തഹസ്സുനൻ എന്ന ഷർത്തിനോട് എതിരാണെന്ത്? ഇജ്മാഅ്. എതിരാമെന്തായി? തഹസ്സുനെ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും മുത്തലക്കൻ എന്താണ്? ഇക്റാഹ് ഹറാമാണെന്ന് ഇജ്മാഉണ്ട്. അതാണ് വൽ ഇജ്മാഉൽ ഖാതിഉ, ഖാതിആയ ഇജ്മാഅ് അലാ ഹിർമത്തിൽ ഇക്റാഹി, ഇക്റാഹ് ഹറാമാണ് എന്നതിന്റെ മേൽ ഖാതിയായ ഇജ്മാഅ് മുത്തലക്കൻ ഇക്റാഹ്, അതായത് തഹസ്സുനെ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഇക്റാഹ് ഹറാമാണ് എന്നതിന്റെ മേൽ ഖാതിയായ ഇജ്മാഅ് ആവുന്നത് ഖദ് ആറലഹു, ഈ ഷർത്തിനോട് എതിരായിട്ടുണ്ട്. വല്ലാഹിറു, ലാഹിറു യുദ്ഫഉ ബിൽ ഖാതിഇ, ഖാതി കൊണ്ട് അതിനെ ദഫ്ഇ ചെയ്യപ്പെടും എന്നാണ്.